Get a Korean girlfriend or boyfriend. Wow. That's the fastest way to learn, foreign language. കൊറിയയിൽ വന്ന് താമസിക്കുന്നതാണ് ഭാഷ പഠിക്കാനുള്ള എളുപ്പവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കൊറിയൻ ഗേൾഫ്രണ്ടിനെയോ ബോയ്ഫ്രണ്ടിനെയോ കിട്ടിയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഏതൊരു വിദേശ ഭാഷ പഠിക്കാനും. 둘, 셋, 가보자고 약간 이런 식으로 하고 들어가거든요. 진짜? പിന്നെ ഈ വാക്കിന്റെ അവസാനം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില അക്ഷരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ വാക്ക് ആർക്കും സിമ്പിളായിട്ട് പറയാം. എനിക്ക് ശരിക്കും അവരോട് ഈ ഫൈറ്റിംഗ് എന്ന വാക്കിനെ കുറിച്ച് കൂടെ പറയണമെന്നുണ്ട്. ഫൈറ്റിംഗ് ശരിക്കും ഒരു കൊറിയൻ സ്റ്റൈൽ വാക്കാണ്. അത് പക്കാ കൊറിയനാ. നമ്മൾ എവിടെ ചെന്നാലും എല്ലാവരും കൂടി കൈ ചേർത്ത് പിടിച്ച് ഫൈറ്റിംഗ് എന്ന് പറയാറില്ലേ? സംഭവം ഇതൊരു ഇംഗ്ലീഷ് വാക്കാണെങ്കിലും ഇത് നമ്മുടെ ഒരു പ്രത്യേക ശൈലി കൂടെയാണ്. ഇംഗ്ലീഷുകാർക്ക് ഇത് കേട്ടാൽ ചിലപ്പോൾ ചിരി വരും, ഇത് തെറ്റാണെന്നും പറഞ്ഞേക്കാം. പക്ഷേ നമുക്കിത് ആവേശം പകരുന്ന ഫൈറ്റിംഗ് തന്നെയാണ്. ഈ വാക്ക് പണ്ട് ഗയോങ്സാന്തോ ഭാഗത്താണ് ഒരുപാട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ വാക്കിന്റെ അർത്ഥം നല്ല സ്മൂത്ത് ആയിട്ടുള്ളത് തോന്നും. അതാണ് ജോങ് എന്ന വാക്കിന്റെ പ്രത്യേകത. കൊറിയൻസിനെ സംബന്ധിച്ച് അത്രയും ആഴമുള്ള വികാരം നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നോ അതല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം എന്താണെന്നോ സൂചിപ്പിക്കാനാണ് ഭൂരി അഥവാ റൂട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. Thanks for tuning in for Korean 101 with BTS. Bye, Vogue. Bye, Vogue. Bye, Vogue.